യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഓശാന പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളുമുണ്ട്. സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ എറണാകുളത്തിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഓശാനയാണ് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളുമെല്ലാം തന്നെ നടന്നു വരികയാണ്. പാളയം പള്ളിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്നും വിനയ രാജ് ചേരുന്നു. വിനയ, വിശ്വാസികളെല്ലാം തന്നെ കുരുത്തോലകളും കയ്യിലേന്തി പള്ളിയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, എന്തായാലും വിശ്വാസികൾ കുരുത്തോല ഏന്തിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകൾ കയ്യിലേന്തിക്കൊണ്ടാണ് ക്രൈസ്തവർ ഇന്ന് ഓശാന ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാളയം പള്ളിയിലെ ഓശാന വിശേഷങ്ങളാണ്. പ്രധാനമായും ഈ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡനാനുഭവ വാരത്തിനും ഇതോടെ ഈ ഓശാന ദിനത്തോടെ തുടക്കമാവുകയാണ്. തലസ്ഥാനത്തെ ദേവാലയങ്ങളിലെല്ലാം തന്നെ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരുന്നത്. ഓശാന പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ അടക്കം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ശുശ്രൂഷകൾക്ക് ഡോക്ടർ തോമസ് നെറ്റുമാണ് നേതൃത്വം നൽകുന്നത്. തോമസ് നെറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കുരുത്തോലകളെത്തി വിശ്വാസികൾ പ്രാർത്ഥന നടത്തുന്നത്. പ്രധാനമായും ജനം രാജകീയ പദ്ധതികളോടെ ഒലീവ് ഇലകളിലേക്ക് ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണയായാണ് ഓശാന ഞായറിലെ പ്രധാനമായിട്ടുള്ള തിരുക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളാണ് ഈ ഓശാന ഞായർ ആഘോഷിക്കുന്നത്. പ്രധാനമായും യേശുക്രിസ്തുവിന്റെ പീഡനാനുഭവം, കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയനുസരിച്ചിട്ടുള്ള വിശുദ്ധ വാരത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. എന്നാലും നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വിശ്വാസികളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളെ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരാണ് ഇന്ന് ഈ ഓശാന ആചരിക്കുന്നത്. നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രങ്ങൾ തന്നെ ഈ ഒരു ഓശാന ഞായറിനുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് ജനം ഒതുങ്ങിനിരക്കിൽ സ്വീകരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ആചരിച്ചത്, ഓശാന ഞായർ ആചരിച്ചത്. അതിന്റെ ഫലമായി തന്നെയാണ് കുരുത്തോലകൾ എഴുതിക്കൊണ്ടുള്ള അല്ലെങ്കിൽ
കുരുത്തോളം പേര് വിശ്വാസികൾ പള്ളിയിലേക്ക് നടക്കുന്നത്. ഇപ്പോൾ പാളയം പള്ളിയിലേക്ക് എത്താൻ ആ, ആയിട്ടുണ്ട്. ഓരോ കുരുകളും അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്നത് ഓശാന ഞായറായി ദേവാലയങ്ങളിൽ ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞ് തലസ്ഥാനത്തുള്ള എല്ലാ പള്ളികളിലും എല്ലാ ദേവാലയങ്ങളിലും ഓശാന ഞായർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. കയ്യിൽ കുരുത്തോലയും ഏന്തിക്കൊണ്ടാണ് വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിക്കുന്നത്. പ്രധാനമായിട്ടും വിശ്വാസികളടക്കം തന്നെ ഈ അവരെ 7 മണിയോട് തന്നെ ഈ കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് വിശ്വാസികൾ ബസ്സുകൾ എത്തിയിരുന്നു. തുടർന്ന് ഇപ്പോൾ പാളയം പള്ളിയിലേക്ക് എത്തുകയാണ്. തോമസ് ലിറ്റോന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾക്കടക്കം തോമസ് നെച്ചുമാണ് ഈ ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു വരികയാണ്. വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമാവുകയാണ്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകും. വിശ്വാസികൾ പ്രാർത്ഥനയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.